നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് മലയാള സിനിമയിൽ ബാലതാരമായി തിളങ്ങിയ ഹരിമുരളിയെ കണ്ണൂർ പയ്യന്നൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ ഞെട്ടലിലാണ് ഇന്ന് സിനിമാ ലോകം. അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. വൈകുന്നേരത്തോടെ വീട്ടിലെ മുറിക്കുള്ളിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാടക സിനിമാ നടൻ പയ്യന്നൂർ മുരളിയുടെയും പ്രസന്നയുടെയും മകനാണ് ഹരിമുരളി. മരണകാരണം വ്യക്തമല്ല. രസികൻ, അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങി 50ഓളം ജനപ്രിയ ചിത്രങ്ങളിൽ ഹരിമുരളി ബാലതാരമായി വേഷമിട്ടിട്ടുണ്ട്. 7 മണിയായിട്ടും എഴുന്നേറ്റ് വരാത്തതിനെ തുടർന്ന് ചെന്ന് നോക്കിയപ്പോഴാണ് ചലനമറ്റ രീതിയിൽ ഹരിമുരളിയെ കിടക്കയിൽ കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആത്മഹത്യ എന്നാണ് പ്രാഥമിക വിവരം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രസികൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ മരുമകനായി എത്തി ഏറെ കയ്യടി നേടിയ താരമാണ് ഹരിമുരളി. രസികന് പുറമെ അണ്ണൻ തമ്പി, മാടമ്പി തുടങ്ങിയ 15ഓളം സിനിമകളിൽ ഹരിമുരളി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ബാലതാരമായി അഭിനയിച്ച് ശ്രദ്ധ നേടിയെങ്കിലും പിന്നീട് അഭിനയത്തിൽ സജീവമല്ലായിരുന്നു. എറണാകുളത്ത് ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്നലെ എറണാകുളത്ത് നിന്ന് ഹരിമുരളി പയ്യന്നൂരിലെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇന്നും ഹരിമുരളി എന്ന പേര് കേൾക്കുമ്പോൾ രസികൻ എന്ന ചിത്രം തന്നെയാണ് പ്രേക്ഷക മനസ്സിലേക്ക് എത്തുന്നത്. ദിലീപിനൊപ്പമുള്ള രംഗം അടുത്തിടെയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു. 4.5 വയസ്സ് മാത്രമായിരുന്നു അന്ന് ആ റോൾ ചെയ്യുമ്പോൾ ഹരിമുരളിയുടെ പ്രായം. സിനിമകൾക്ക് പുറമെ കുട്ടിച്ചാത്തൻ അടക്കമുള്ള 40ഓളം സീരിയലുകളിൽ ഹരിമുരളി അഭിനയിച്ചിട്ടുണ്ട്. പയ്യന്നൂർ മുരളി എന്നറിയപ്പെടുന്ന പ്രമുഖ നാടകക്കാരനാണ് ഹരിമുരളിയുടെ അച്ഛൻ. അച്ഛന്റെ ആ പാരമ്പര്യം പിന്തുടർന്നാണ് ഹരിയും അഭിനയത്തിലേക്ക് വരുന്നത്. മാംഗല്യം എന്ന സീരിയലിലൂടെ തുടക്കം കുറിച്ചു. ആദ്യത്തെ സീരിയലിന് തന്നെ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു. പിന്നീട് തുടർച്ചയായി കായംകുളം കള്ളൻ, കുട്ടിച്ചാത്തൻ എന്നിങ്ങനെ തുടർച്ചയായി സീരിയലുകൾ വരികയായിരുന്നു. 4 വയസ്സ് മുതൽ 13 വയസ്സ് വരെ 45 സീരിയലുകളിൽ അഭിനയിച്ച ഹരിമുരളിക്ക് 2 പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. സിനിമയിൽ എത്തിയപ്പോൾ അവിടെയും നല്ല റോളുകൾ എത്തി. +2 വരെ അഭിനയത്തിൽ സജീവമായിരുന്നു. പിന്നീട് പഠനത്തിന് വേണ്ടി ബ്രേക്ക് എടുത്ത നടൻ ഒരു തിരിച്ചുവരവ് നടത്തിയില്ല. അതേസമയം ഉള്ളിന്ന് വരട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. ഉള്ളിലേക്ക് എന്തേലും പോയോ എന്ന് മാമൻ ചോദിച്ചോ എന്ന് പറഞ്ഞ 4.5 വയസ്സുകാരനെ മറക്കാൻ കഴിയില്ല. ദിലീപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിവാതിലും തുറന്ന് വന്ന കടവാവൽ ഇനിയില്ല. 45ഓളം സീരിയലുകളിലും 15ഓളം സിനിമകളും ചെയ്ത നടൻ ഹരിമുരളി മരിച്ചു എന്ന വാർത്ത മലയാളികളെ ഏവരെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക വിവരം. സ്വയം ഒരു സ്റ്റാറായി കരുതിയ നീ എന്തിന് ഇത് ചെയ്തു എന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഹരിമുരളി കൊടുത്തിരിക്കുന്നത് വില്ലോ സ്റ്റാർ എന്നാണ്. താൻ തന്നെ സ്വയം ഒരു സ്റ്റോറി ആയിട്ടാണ് കാണുന്നതെന്നാണ് നേരത്തെ ഒരു അഭിമുഖത്തിൽ നടൻ പറഞ്ഞിരുന്നത്. അന്ന് കൊടുത്ത അഭിമുഖങ്ങളിൽ എന്തിന് അഭിനയം നിർത്തിയെന്നും ദിലീപുമായുള്ള അടുപ്പത്തെക്കുറിച്ചും എല്ലാം ഹരി സംസാരിച്ചിരുന്നു. ഇപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ദിലീപേട്ടൻ എന്ന് ഹരിമുരളി പറയുന്നുണ്ടായിരുന്നു. ആദ്യ സിനിമയിൽ ദിലീപേട്ടനൊപ്പം അഭിനയിച്ചതുകൊണ്ടാവാം ആ ബന്ധം എന്നും ഉണ്ടായിരുന്നു. രസികൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കും ദിലീപേട്ടൻ മകൾ മീനാക്ഷിക്കും ഏകദേശം ഒരേ പ്രായമായിരുന്നു. ലൊക്കേഷനിൽ ഇടയ്ക്ക് മീനാക്ഷി വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. അന്നൊരു ടോക്ക് ഷോയിൽ ദിലീപേട്ടൻ പറഞ്ഞിരുന്നു, എൻ്റെ മോളെ ഇവരെ എങ്ങാനും അടിച്ചോണ്ട് പോകുമോ എന്ന പേടിയുണ്ട് എന്ന്. അതേ ഷോയിൽ എൻ്റെ പെറ്റാണ് ഹരിമുരളി എന്ന് അദ്ദേഹം പറഞ്ഞതും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അണ്ണൻ തമ്പി എന്ന സിനിമയുടെ സമയത്ത് ആദ്യത്തെ ഷോട്ട് എൻ്റെ കാലെടുത്ത് വെക്കുന്നതായിരുന്നു. അന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ പരാജയപ്പെട്ടാലും വിജയിച്ചാലും അത് നിന്റെ രാശിയാണെന്ന്. സിനിമയുടെ സക്സസ് മീറ്റിൽ ഇക്കാര്യം മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് എന്നത് വലിയ സന്തോഷത്തോടെയാണ് ഹരിമുരളി പറഞ്ഞത്. 45ഓളം സീരിയലുകളിലും 15ഓളം സിനിമകളിലും അഭിനയിച്ചതോടെ ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം സ്കൂളിൽ വന്നിരുന്നു. അതൊക്കെ കാരണം കൂട്ടുകാരൊന്നും കളിക്കാൻ കൂട്ടാതെയായി. അതിൻ്റെയൊക്കെ കാരണമായിട്ട് കൂടെയാണ് അഭിനയത്തിൽ നിന്നും മാറി നിന്നത്. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലാണ് ഏറ്റവും അവസാനം ഹരിമുരളി അഭിനയിച്ചത്. അതേസമയം തന്നെ ഹരിമുരളി സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. വാർത്തയറിഞ്ഞ നടുക്കത്തിൽ സീമാജി നായർ പങ്കുവച്ച പോസ്റ്റ് വളരെയേറെ ഇമോഷണൽ ആക്കുന്നതാണ്. സീമാജി നായരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രശസ്ത നാടക സീരിയൽ നടൻ പയ്യന്നൂർ മുരളിച്ചേട്ടന്റെ മകൻ ഹരിമുരളി അന്തരിച്ചു. അപ്പോസ് ബാലതാരമായി എൻ്റെ കൂടെയും അവൻ അഭിനയിച്ചിട്ടുണ്ട്. മിടുക്കനായ മോൻ, എന്തിനാണ് നീ ഇത് ചെയ്തത്? ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ മടിച്ചു. മുരളിച്ചേട്ടനെ വിളിച്ചപ്പോൾ സഹോദരിയാണ് ഫോൺ എടുത്തത്. സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. എന്തായിരുന്നെങ്കിലും പൊന്നുമോനെ, ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എങ്ങനെ സഹിക്കും നിന്റെ അച്ഛനമ്മമാരും ബന്ധുക്കളും? എന്തോ മനസ്സ് പതറുന്നു. മിടുക്കനായിരുന്നല്ലോ എൻ്റെ അപ്പൂസെ. നിന്നെയും അച്ഛനെയും അമ്മയെയും അറിയുന്ന എത്ര പേർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. ആർക്കും വിശ്വസിക്കാനാവുന്നില്ലല്ലോ അപ്പൂസെ എന്നാണ് സീമാജി നായരുടെ പോസ്റ്റ്. അതേസമയം തന്നെ ഹരിമുരളിയുടെ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയുന്നത്. ഏവരെയും കണ്ണ് നിറയിക്കുന്നതാണ് ഹരിമുരളിയുടെ ഓരോ അഭിമുഖങ്ങളെല്ലാം തന്നെ. അത്രയും കുഞ്ഞു പ്രായത്തിൽ ആ സ്റ്റാർഡം ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനാലാണ് അഭിനയം വിട്ടതെന്ന് ഹരിമുരളി പറഞ്ഞിരുന്നു. തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന മികച്ച റോളുകൾ വന്നാൽ ചെയ്യാൻ തയ്യാറായി നിൽക്കവെയാണ് ഇങ്ങനെ ഒരു കാര്യം ഹരിമുരളി ചെയ്തത്. കൊച്ചിയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്തു വരികയായിരുന്നു ഹരിമുരളി. എഡിറ്റിംഗ്, എഴുത്ത്, അഭിനയം ഒക്കെയായിരുന്നു ഇഷ്ടം. ഇന്നലെ മാർച്ച് 11 ആണ് കൊച്ചിയിൽ നിന്ന് ഹരി പയ്യന്നൂരിലെ വീട്ടിലെത്തിയത്. രാവിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായിരുന്നു കാരണം എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല.
അതേസമയം ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം രസികലിലൂടെയാണ് ഹരിമുരളി അഭിനയത്തിലേക്ക് എത്തുന്നത്. ചിത്രത്തിലെ കഥാപാത്രം വലിയ ഹിറ്റായിരുന്നു. ഉള്ളിൽ നിന്ന് വരണം എന്ന പ്രശസ്തമായ ഡയലോഗിലൂടെ ഹരി പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറി. പിന്നീട് നിരവധി സിനിമകൾ, 50ഓളം സിനിമകളിലും നിരവധി ടെലിവിഷൻ പരമ്പരകളിലെല്ലാം ഹരി വേഷമിട്ടു. അഭിനയത്തിന് പുറമെ സാങ്കേതിക മേഖലയിലും ഹരി തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. VFX ആർട്ടിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. പഠനത്തിനായി കുറച്ചുകാലം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഹരി. പിന്നീട് നാദൃശ്യയുടെ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെ ചെറിയൊരു വേഷത്തിൽ വീണ്ടും വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചെറുപ്രായത്തിലുള്ള ഹരിമുരളിയുടെ അപ്രതീക്ഷിത വിയോഗം സിനിമാ നാടക പ്രവർത്തകരുടെയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. വാർത്ത അറിഞ്ഞ് നിരവധി പേർ താരത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് വീട്ടിലേക്ക് എത്തിയിരുന്നു. പയ്യന്നൂരിലെ വീട്ടിലും പരിസരത്തും ഹരിയുടെ വേർപാടിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. നടൻ ഗണപതിയുമായുള്ള അടുത്ത ബന്ധവും അച്ഛന്റെ സഹോദരൻ ബാബു അന്നൂർ ഉൾപ്പെടെയുള്ള കലാകുടുംബത്തിന്റെ പിൻബലവും ഹരിക്കുണ്ടായിരുന്നു. കലയുടെ ലോകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ ബാക്കിയാക്കി മടങ്ങിയ ഹരിമുരളിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരെത്തുന്നുണ്ട്. നിന്റെ ആ മനോഹരമായ ചിരിയും പകർന്നാടിയ വേഷങ്ങളും ഞങ്ങളുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. പരേതന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. കുട്ടിക്കാലത്ത് അച്ഛന്റെ കൂടെ നാടക ക്യാമ്പുകളിൽ പങ്കെടുത്തതാണ് അഭിനയത്തിലേക്ക് കടക്കാൻ പ്രചോദനമായത്. ടെലിവിഷൻ പരമ്പരകളിലൂടെ സിനിമയിലെത്തി. AM നസീർ സംവിധാനം ചെയ്ത ദിനേശ് പള്ളത്ത് തിരക്കഥ എഴുതിയ പരമ്പരയിലൂടെയാണ് അരങ്ങേറ്റം. 6.5 വയസ്സുള്ളപ്പോഴാണ് രസികനിൽ അഭിനയിക്കുന്നത്. സിനിമയ്ക്കായി തിരക്കഥ എഴുതാനുള്ള ശ്രമത്തിലാണെന്ന് മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മമ്മൂക്കയെ നായകനാക്കി സിനിമ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം.